ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ അടുത്ത ആഴ്ചത്തെ ഒരു പ്രമോ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മഹാദേവൻ ഉഗ്രം പെർഫോമൻസുമായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിൽ. അപ്പോൾ മഹാദേവൻ വന്നിട്ട് ഭയങ്കര ചെണ്ടമേളവും ഇതൊക്കെ ഒച്ച കേൾക്കുന്നതുകൊണ്ടാണ് ശങ്കറും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കുക. അച്ഛൻ എന്താ, എനിക്കായിരുന്നു ഈ ഭ്രാന്ത്, ഇപ്പം അച്ഛൻ ഇത് ഭ്രാന്തായോ എന്ന് ചോദിച്ചു. എന്താ പിള്ളച്ചേട്ടാ എന്ന് ചോദിച്ചപ്പം, അതേടാ കുട്ടി ശങ്കര, നിനക്ക് ഈ അച്ഛനെ പറ്റി ഒരു വിചാരവും ഇല്ലല്ലോ, നിനക്ക് ഈ അച്ഛനെ ആവശ്യവും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അച്ഛനാ ഇതൊന്ന് നിർത്ത് എന്ന് പറഞ്ഞു. അപ്പം നിർത്തി. അപ്പം പറയണം, അയ്യോ നിൻ്റെ അച്ഛനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാവോ ശങ്കർ, നീ ഇല്ലാതെ നിൻ്റെ അച്ഛന് പറ്റില്ല. അപ്പോൾ പാവം ഭയങ്കര അഭിനയമാണ് കേട്ടോ കാഴ്ചവെക്കുന്നത്. ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നത് പോലെയൊക്കെയാണ് നമ്മുടെ മഹാദേവൻ നിൽക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര ക്ഷീണമാണ്. പക്ഷേ എങ്കിൽ ആ ശങ്കർ ഇല്ലെങ്കിൽ മഹാദേവന് ഒരു പ്രശ്നവുമില്ല. മഹാദേവൻ ഇപ്പം ദേവിമ പറഞ്ഞതനുസരിച്ച് മാത്രമാണ് നമ്മുടെ ഗൗരി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ശങ്കർ വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കിയില്ലല്ലോ, അതുകൊണ്ടാണ് നേരിട്ട് തന്നെ മഹാദേവൻ അങ്ങോട്ടേക്ക് വെച്ച് പിടിപ്പിച്ചത്. ഗൗരി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശങ്കർ വരുമെന്ന് മഹാദേവൻ അറിയാം. അപ്പോൾ ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ടാണ് നേരെ ശ്യാം സാറിൻ്റെ വീട്ടിലേക്ക് ചെന്നത്. അപ്പം ഇതൊക്കെ നിർത്തിയിട്ട് അച്ഛ ചുമ്മാ ഈ കോഷ്ടി കാണിക്കാതെ മര്യാദയ്ക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും, എടാ നിനക്ക് അങ്ങനെയാണോ തോന്നിയത്? അപ്പോൾ വേഗം തന്നെ നമ്മുടെ ശ്യാം സാറും അതുപോലെ തന്നെ ഫാമിലി എല്ലാവരോടും ഇങ്ങനെ ഇറങ്ങി നിൽക്കുമായിരുന്നല്ലോ. അല്ല എൻ്റെ പ്രൊഫസറെ കേട്ടോ പ്രൊഫസറെ, ഞാൻ വന്ന എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഇങ്ങനെ അകന്ന് കഴിയേണ്ട ആൾക്കാരല്ലല്ലോ, നമ്മൾ ബന്ധുക്കളല്ലേ എൻ്റെ പൊന്ന് പ്രൊഫസറെ. അപ്പം പിന്നെ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കോ പരിഭവോ ഒക്കെ ഉണ്ടായെന്നിരിക്കും. അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല, അതൊക്കെ അങ്ങ് കളയണമെന്നേ, അതൊന്നും നല്ലതല്ല. അതുകൊണ്ടേ ഞാൻ എൻ്റെ മരുമോളെ ഒരു നിബന്ധനയില്ലാതെ നിറഞ്ഞ മനസ്സോടെ കൂടി തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിരിക്കുക. പ്രൊഫസർ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ശങ്കറിൻ്റെ അച്ഛൻ വന്നാലേ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് പ്രൊഫസർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വന്ന് ഞങ്ങളുടെ സ്വന്തം മരുമോളെ പൊന്നുപോലെ നോക്കിക്കോളാം കേട്ടോ, ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടാവില്ല ഗൗരിക്ക് അവിടെ, ഞാൻ കൊണ്ടുപോയിക്കോളാം, നിറഞ്ഞ മനസ്സോടെയായി ഞാൻ പറയണത് എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ്റെ ഉഗ്രൻ ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുകയാണ്. അപ്പോൾ ഗൗരിക്ക് അത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല. ഇനി എന്തായിരിക്കും ഇയാളുടെ മനസ്സിൽ, ഇയാൾ എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടേ ഇങ്ങനെ ചെയ്യൂ എന്നൊരു തോന്നൽ നമ്മുടെ ഗൗരിയുടെ മനസ്സിലുണ്ട്. എങ്കിലും ശങ്കർ ഉണ്ടല്ലോ എന്നൊരു ധൈര്യവും മനസ്സിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശങ്കർ ചിരിച്ചു. എടാ കുട്ടി ശങ്കര, അപ്പോൾ എങ്ങനെ നമ്മൾ നേരെ സ്കൂട്ടാകുകയല്ലേ ചാരങ്ങാട്ടേക്ക് എന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛന് ഇനി അവിടെ ചെല്ലുമ്പം അച്ഛൻ ഡിമാൻഡൊക്കെ മാറ്റുമോ? ഇനി ചാരങ്ങാട്ട് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ടേ ഗൗരിക്ക് കയറാൻ പറ്റുമോ എന്നോ വല്ല നിബന്ധനയോ മറ്റോ? അങ്ങനെ ഒരു നിബന്ധനയില്ല, നിങ്ങളെ വരുന്നതും കാത്ത് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇപ്പം തന്നെ അങ്ങ് സ്കൂട്ടായാലോ? താമസിച്ചാലേ ഒരുപാട് വൈകും, ഇനി നമ്മൾ തൃശ്ശൂർ വരെ എത്തേണ്ടതല്ലേ മോനെ, നമുക്കിപ്പം തന്നെ പുറപ്പെടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിയോട്, എന്നാൽ മോള് പോയിട്ട് വാ. എന്നാൽ ഞാൻ പോട്ടെ, ശരി എന്നാൽ മോള് പോയിക്കോ, ഇനിയിപ്പം വിഷമിച്ചൊന്നും നിൽക്കണ്ട കേട്ടോ, അച്ഛൻ വിളിച്ചോളാം, സന്തോഷമായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. പോകുന്ന വഴിക്ക് നമ്മുടെ മഹാദേവൻ നമ്മുടെ ആദർശനോടും പറഞ്ഞു, മരുമോനും അങ്ങോട്ടേക്ക് അങ്ങ് എത്തിയേക്കണം കേട്ടോ, 2 ദിവസത്തിനുള്ളിൽ പറ്റുമെങ്കിൽ ഇന്നിങ്ങ് പോരെ, ഇന്ന് ഞാൻ വരുന്നില്ല, അടുത്ത ദിവസം എത്തിക്കോളാം എന്ന് ആദർശ് പറഞ്ഞു. ശരി എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. എന്നാൽ വേണിമോൾ അവിടെ കാത്തിരിക്കുക, മോനെ കാണാഞ്ഞിട്ടേ അവൾ ആകെ വിഷമത്തിലാണ്, ഭക്ഷണം പോലും കഴിക്കണില്ല, അതുകൊണ്ട് മോൻ വന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഒന്നും മിണ്ടിയില്ല ആദർശ്, ഞാൻ എത്തിക്കോളാം എന്ന് മാത്രം പറഞ്ഞു. അപ്പം നമ്മളെങ്ങനെ ഇറങ്ങല്ലേ? അപ്പോൾ ഗൗരി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ആരതിയോടും പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് എന്താ പറയുക, നേരെ തൃശ്ശൂർക്ക് ചാരങ്ങാട്ട് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ പുറപ്പെടുമ്പോൾ നമ്മുടെ അയിത്തും ചോദിച്ചു ഉണ്ടായിരുന്നു കേട്ടോ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പം ഏട്ടത്തിയമ്മ സമാധാനമായിട്ട് പോയിട്ട് വാ, എല്ലാം നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് പോയി. നമ്മുടെ ശങ്കറും ഗൗരിയും അച്ഛൻ്റെ ഒപ്പം നേരെ ചാരങ്ങാട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ വേണിയാണെങ്കിലോ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കമല എവിടെയുണ്ട്? കമല ആകെ ധർമ്മസങ്കടത്തിലാണ്. ഇനിയിപ്പോൾ ഗൗരി ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു എന്നൊരിതുണ്ട് കേട്ടോ. അപ്പം ഈ ശേഖരനാണെങ്കിൽ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല, കമല ആകെ വിഷമിച്ച് നിന്ന് കരയാണ്. ഇതൊക്കെ കണ്ടിട്ട് ആകെ ഒരുമാതിരിയായിപ്പോയി നമ്മുടെ വേണിക്ക്. വേണി ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. വേണി നേരെ കമലയിടത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, കമലയിടത്തി
കുറേ ആയില്ലേ ഈ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും ചവിട്ടുകയും താഴ്ത്തുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ട് കമലയിടത്തെ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ശേഖരേട്ടൻ ഇങ്ങനെ. ഇത്രയും പ്രതികരിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആരുടെ അടിമകളൊന്നുമല്ല. കമലയിടത്ത് എന്തിനാ ഇത്രയും അധികം ക്ഷമിക്കുന്നത്? ശേഖരേട്ടൻ്റെ നേരെ സ്റ്റേണായിട്ട് നിന്ന് നോക്ക് എന്ന് പറഞ്ഞു. നിനക്കറിയാവുന്നതല്ലേ എൻ്റെ അവസ്ഥ. ഞാൻ ആദ്യം മുതലേ ഇങ്ങനെയാ. അതല്ല, ഇനി മാറേണ്ട സമയമായി. പെൺകുട്ടികൾ ആരുടെ അടിമയൊന്നും അല്ല. അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മേൽ അധികാരം സ്ഥാപിക്കാനോ ഒന്നും അധികാരമില്ല. അത് അങ്ങനെ ആദ്യം മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം വേണിയുടെ വക കൊടുത്തു. വേണിമോളെ, നീ തന്നെയാണോ ഈ പറയണത്? അപ്പോൾ എന്ന് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ് പറയണത്. കമലയിടത്തെ ഒരുപാട് സഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ശേഖരേട്ടൻ്റെ ഈ സ്വഭാവം, ഒരിക്കൽ പോലും സ്നേഹത്തോട് കമലയിടത്തോട് പെരുമാറുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കമലയിടത്തി എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നത് എന്ന് ചോദിച്ചു. ജീവിതമല്ലേ മോളെ, എങ്ങനെ സഹിക്കാതിരിക്കും? ഇന്ന് ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുക നമ്മുടെ അച്ഛൻ. ഇനി എന്താവോ എന്തോ, അവിടുന്ന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ കമല പറഞ്ഞപ്പോഴത്തേനും അവളെങ്ങും വരട്ടെ, അവൾ ഒരുത്തി അതിൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചത്. മോളെ അങ്ങനെ പറയരുത്. ഗൗരി എന്താ നിൻ്റെ ജീവിതം നശിപ്പിച്ചത്? അവൾ അവിടെ പിണങ്ങി പോയാൽ എൻ്റെ ജീവിതം ബാധിക്കും. ഞാനും ആദർശേട്ടനും ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ആദർശേട്ടൻ പെങ്ങളെന്ന് പറഞ്ഞാൽ ചാകും. എന്നിട്ടോ അങ്ങേർക്ക് ഭാര്യ എന്ന നിലയിൽ എന്നെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ആ മനുഷ്യൻ വന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന്. സാധാരണ ഭാര്യമാരോട് ആരെങ്കിലും ഇങ്ങനെ പറയുമോ കമലയിടത്തി? പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ അങ്ങേര് ചാകും. പക്ഷേങ്കിൽ എൻ്റെ സ്നേഹത്തിന് യാതൊരു വിലയില്ല. സാഹചര്യങ്ങളായിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞു. അല്ല, അവളിങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ കലിപ്പിലാണ് വേണി. അപ്പോൾ ആദർശ് കൂട്ടിക്കൊണ്ട് പോകാത്തതിൻ്റെ ദേഷ്യം മുഴുവനുള്ളത് നമ്മുടെ ഗൗരിയോടാണ് കേട്ടോ. ഗൗരി കാരണമാണ് ആദർശ് കൂട്ടിക്കൊണ്ട് പോകാത്തതെന്നാണ് വേണി വിചാരിച്ച് വെച്ചിരിക്കണത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലേക്ക് നേരെ എത്തുകയാണ് ഗൗരിയും കൂട്ടിക്കൊണ്ട്. അപ്പം നമ്മുടെ രാധാമണി തങ്കച്ചിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ രാധാമണി തങ്കച്ചിക്ക് ആകെ വേണ്ടത് തൻ്റെ മകൻ അടുത്ത് വേണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ശങ്കറിന്. അപ്പോൾ ശങ്കറും ഇവളോട് തിരിച്ചു വന്നപ്പോഴത്തേനും രാധേ ദേ ഇങ്ങ് വന്നേ, ഇതാരാ വന്നിരിക്കുന്നത് നീ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ കമലയും വേണിയും നമ്മുടെ ദേവിയുമായും രാധാമണി തങ്കച്ചിയും അങ്ങനെ എല്ലാവരും കൂടെ ദേ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ആരതി ഒഴിഞ്ഞ് തന്നെ സ്വീകരിക്കണം എൻ്റെ മോനെ എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു നമ്മുടെ രാധാമണിക്ക്. അപ്പോൾ രാധാമണി ആരതി തട്ടുമൊക്കെ ആയിട്ട് വന്ന് കണ്ടപ്പോഴത്തേനും ശങ്കറിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ആദ്യം രാധാമണി എന്ത് ചെയ്തു, നേരെ ശങ്കറിന് നേരെ ആരതി ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഇന്ന് മിണ്ടാതെ അനങ്ങാതെ നിൽക്കുക. അമ്മ എന്താ എനിക്ക് മാത്രം ആരതി ഒഴിഞ്ഞത്? ഗൗരിക്കൂടെ ആരതി ഒഴിയുക എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. അപ്പോൾ മിണ്ടാതെ ഇങ്ങനെ ആരതിയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി നേരെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ കാലിൽ തൊട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് കുനിഞ്ഞപ്പോഴത്തേനും കാല് വലിച്ചിട്ട് രാധാമണി തങ്കച്ചി ഒരു പോക്കങ്ങ് പോയിട്ടോ. അപ്പോൾ ഗൗരിക്ക് എന്തോ പോലായി. ഗൗരിയെ, നീ ഇതൊന്നും വലിയ കാര്യമാക്കണ്ട കേട്ടോ. അതൊന്നും വലിയ സാരമുള്ള കാര്യമൊന്നുമല്ല. അമ്മയുടെ കുശുമ്പിനെ ഒരു കുറവും വന്നിട്ടില്ല. അതൊന്നും കാര്യമാക്കണ്ട, നീ ഇങ്ങനെ കയറിപ്പോര്, വാ ഗൗരിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയും കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അമ്മേ, അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വേണിയുടെയും നിപ്പ്. വേണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പം നേരത്തെ തന്നെ മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലാണ് ഞാനിതെല്ലാം സോൾവ് ആക്കി വരുന്നത്. അപ്പോഴേക്കും അമ്മയും മോളോട് എന്തെങ്കിലും കുളവാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന്. അതുകൊണ്ട് അച്ഛനെ പേടിച്ച് രണ്ടുപേരും ഒന്നും പ്രതികരിക്കാനൊന്നും നിന്നില്ല. ഇങ്ങനൊരു പ്രതികരണം നടത്തിയിട്ട് രാധാമണി തങ്കച്ചി അകത്തേക്ക് പോയി. അപ്പോൾ നേരെ ഇവർ ബെഡ്റൂമിലേക്കാണ് പോണത്, നമ്മുടെ ശങ്കറും ഗൗരിയും. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോഴത്തേനും ഗൗരി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ഗൗരിയുടെ മുഖത്ത് രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിട്ട് ശങ്കർ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഗൗരി നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട കേട്ടോ. നിനക്ക് ഞാനില്ലേ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? അമ്മ അങ്ങനെ പലതും കാണിക്കും, നീ അതൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട കേട്ടോ. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ആരില്ലെങ്കിലും ആരെന്ത് പറഞ്ഞാലും ഈ ശങ്കർ നിൻ്റെ ഒപ്പം ഉണ്ടാവും. നിന്നെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഗൗരി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാരങ്ങാട്ട് മഹാദേവൻ ദേവിമാരോട് പറയാണ്, ദേവിമാ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. മഹാദേവ നന്നായി, ഇപ്പോഴാണ് നീ ഒരു ആൺകുട്ടിയായത്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച വഴിക്ക് തന്നെ വരുന്നുണ്ട്. ഇനി ബാക്കി കാര്യം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ പാർട്ടിയിൽ പ്രഷർ ചെലുത്തുക, നീ ഈ ഇലക്ഷന് നിന്നേ പറ്റൂ.
പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിറ്റത്തെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ശ്യാം സാറിൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ നന്ദിനിയമ്മയും ബാക്കിയുള്ളവരും ഇങ്ങനെ പറയാണ്, ഇനിയും നീ വേണിയെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ശരിയാവില്ല ആദർശേ, നീ എത്രയും വേഗം പോയി വേണിമോളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ, ഇനി നമ്മളൊന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. വേണിമോളോട് ഉണ്ടെങ്കിലേ ഇവിടെ ഒരു സന്തോഷമൊക്കെ വരുവുള്ളൂ. അപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു, മോനെ നീ പോയി വേണിയെ കൂട്ടിക്കൊണ്ട് വാ. അവൾ എന്ത് സങ്കടപ്പെട്ടാ ഇവിടുന്ന് പോയത്, അവളുടെ വിഷമമൊക്കെ ഒന്ന് മാറട്ടെ. ഇവിടെ വരുമ്പോൾ ആൾ ഹാപ്പി ആയിക്കോളും. നീ ചെന്നാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. പറയാതെ പോയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ശ്യാം സാറും നന്ദിനിയമ്മയും എല്ലാവരും കൂടെ പറഞ്ഞാണ് നമ്മുടെ അങ്ങോട്ടേക്ക് വിടുന്നത് ആദർശിനെ. അപ്പോൾ ആദർശ് അവിടെ ചെന്നു. ആദർശ് അവിടെ ചെന്ന് നമ്മുടെ വേണീനെ വിളിച്ചുകൊണ്ട് പോരുവാണ്. അപ്പോൾ വേണിക്ക് അത്ര സന്തോഷമൊന്നുമില്ല കേട്ടോ. ഇനി പഴയ വേണിയൊന്നും അല്ല, ഞാൻ കാണിച്ചു കൊടുക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ മാറി, മത്താപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മാറി. മത്താപ്പ് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. പക്ഷേങ്കിൽ എന്നെ ഒട്ടും സ്നേഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ഒട്ടും സഹിക്കാനോ സ്നേഹിക്കാനോ അങ്ങേർക്ക് മനസ്സിലല്ലോ. പിന്നെ ഞാൻ മാത്രം എന്തിനാ മാറുന്നത്? ഇനി വേണി ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ. ഇനി അവരെ ഞാൻ ഇത്ര വരപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വേണി ഭയങ്കര വാശിയിൽ തന്നെയാണ് നേരെ ശ്യാം സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ നേരെ ശ്യാം സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നന്ദിനിയമ്മയും ശ്യാം സാറും ആ മുത്തശ്ശിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ കയറി ചെല്ലുകയാണ്. പക്ഷേങ്കിൽ വേണിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ വേണി നേരെ ചാടിത്തുള്ളി അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴത്തേനും ആരതി പറയുകയാണ്, ചേച്ചി നിൽക്കുക, വേണി ചേച്ചി 1 മിനിറ്റ്, നമുക്ക് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ നന്ദിനിയമ്മ എന്നാൽ മോള് ചെന്ന് ആരതി തട്ട് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞതനുസരിച്ച് വേഗം തന്നെ ആരതി പോയി ആരതി തട്ടെടുത്തിട്ട് വന്നു. എന്നിട്ട് നേരെ നന്ദിനിയമ്മയുടെ ഇലേക്ക് കൊടുത്തു. നന്ദിനിയമ്മ ഭയങ്കര സന്തോഷത്തിൽ തന്നെ നമ്മുടെ വേണിമോക്ക് നേരെ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വേണി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇത് കണ്ടിട്ട് ഒരു കായ് പിടിച്ച് ഒരു ഒറ്റ തട്ടങ്ങ് വെച്ച് കൊടുത്തു. ഇതെല്ലാം കൂടെ തെറിച്ചു പോയി. മോളെ വേണി നീ എന്തേ കാണിച്ചത് എന്ന് ചോദിച്ചു. നന്ദിനിയമ്മേ, ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ, പഴയ വേണിയൊന്നും അല്ല ഈ ഞാൻ. എന്നെ ഒരുപാട് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. എന്നോട് സ്നേഹമില്ലാത്തവരോട് പിന്നെ ഞാൻ എന്തിനു സ്നേഹം കാണിക്കണം? ഞാനിവിടുന്ന് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് വിളിക്കുവോ സംസാരിക്കുവോ ഒന്നും ചെയ്തില്ലല്ലോ. എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ പോലല്ലേ. നിങ്ങൾക്കെല്ലാവർക്കും ഗൗരിയുടെ സന്തോഷവും ഗൗരിയുടെ ജീവിതവും മാത്രം വലുത്. ഈ വേണിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. എന്തിന്, ഈ ആദർശേട്ടൻ പോലും. ആദർശേട്ടൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരുന്നതാ. ഞാൻ വെറും മണ്ടിയായിപ്പോയി. എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഈ ഗൗരി ഒറ്റ ഒരുത്തിയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇനി വേണി ഇതൊന്നും ആയിരിക്കില്ല, പഴയ വേണി ആയിരിക്കും. ഇതിലും കൂടുതലായിരിക്കും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്കെല്ലാവർക്കും സങ്കടമായി. നമ്മുടെ ആദർശിന് പ്രത്യേകിച്ച്, വേണി നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. വേണ്ട മത്താപ്പേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാറാൻ ഞാൻ ശ്രമിച്ചതാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ എന്നോട് തെറി വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ തെറിവിളി നിർത്തിയില്ലേ? നിങ്ങളെ ഞാൻ സ്നേഹത്തോടെയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തത്. എന്നിട്ട് നിങ്ങൾ എന്നെ ഒരു ഇറ്റ് സ്നേഹിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. പക്ഷേ വേണി, ഞാൻ എൻ്റെ അവസ്ഥ നിന്നോട് പറഞ്ഞതല്ലേ. എന്തവസ്ഥയിലാണേലും ഈ കുടുംബത്തിലെ ഞാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണ് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്നോട് ചെയ്യില്ലായിരുന്നു ആദർശേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് വേണി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഇവരെല്ലാവരും ആകെ വിഷമത്തിലായിട്ടോ. അപ്പോൾ മോനെ ആദർശ്, ഇതെന്താ വേണി ഇങ്ങനെ? സാരമില്ലമ്മേ, വേണിയെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അവളതൊക്കെ അവളുടെ സങ്കടം കൊണ്ട് കാണിക്കുന്നതാ. അമ്മ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് ആദർശം അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും പിണക്കമൊക്കെ മാറി. അപ്പോൾ ശങ്കർ ഗൗരിക്ക് ഏറ്റവും ഭയങ്കര നല്ല കൂട്ടായി. അപ്പോൾ അവർ രണ്ടുപേരും നല്ല പ്രണയത്തിലേക്ക് ആകുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗരിയുടെ മനസ്സൊക്കെ മാറി. ശങ്കറിനെ മാറ്റിയെടുക്കണം, എങ്ങനെയെങ്കിലും ശങ്കറിനെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റിയെടുക്കാൻ തന്നെ ഗൗരി തീരുമാനിച്ചു. അപ്പോൾ നല്ല പ്രണയം സന്ദർഭങ്ങളിലൊക്കെയാണ് കേട്ടോ കടന്നു വരുന്നത്. അപ്പോൾ ഗൗരി പഴയ ഗൗരി അല്ല എന്ന് ശങ്കരൻ തിരിച്ചറിയാണ്. ഗൗരിക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു, ഗൗരി എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞപ്പം ശങ്കറിനും ഭയങ്കര സന്തോഷം. പക്ഷേ എങ്കിൽ ആദർശം വേണിയും ഇപ്പോഴും അടുത്തിട്ടില്ല. ആദർശിന് കലിപ്പാണ് നമ്മുടെ വേണിക്കുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ ആ സങ്കടത്തിൽ നിന്നുണ്ടായത്, തന്നെ അവഗണിക്കുന്നു എന്ന് തോന്നിയ ആ നിമിഷം. പക്ഷേ എങ്കിൽ താൻ കെയർ ചെയ്യപ്പെടുന്നു, ആദർശ് ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് തോന്നിയാൽ ആ നിമിഷം വേണി മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ അടുത്ത ഇലക്ഷൻ്റെ പ്രചരണങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളും ഒക്കെയാണ് വരുന്നത്. പിന്നെ അതുമാത്രമല്ല, പിന്നെ നമ്മുടെ ധ്രുവൻ ജയിലിൽ നിന്നിറങ്ങിയിട്ട് വീണ്ടും ഭീഷണിയായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആരതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇവൻ വീണ്ടും ഭീഷണിപ്പെടുത്തി നമ്മുടെ ശ്യാം സാറിൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. ശ്യാം സാറേ, എന്താ വിചാരിച്ചത്? ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ എന്നെ ജയിലിടുമെന്നാണോ വിചാരിച്ചത്? നിനക്ക് കിട്ടിയതൊന്നും പോരെ ധ്രുവ എന്ന് ശ്യാം സാർ ഇങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്നെ ഭയപ്പെടുത്താമെന്നോ? എങ്കിൽ കേട്ടോ, നിങ്ങളുടെ മകൾ ആരതിനെ ഞാൻ ഒരിക്കലും വിടില്ല. അവളുടെ ജീവിതം ഞാൻ നശിപ്പിച്ചിരിക്കും. അവളെ കൊണ്ടേ ഞാൻ പോവുള്ളൂ ശ്യാം സാറേ, കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ആകെ ശ്യാമിന് വിഷമമൊക്കെ ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല.
അങ്ങനെ ഇത് നേരിടാൻ തന്നെ നമ്മുടെ ആദർശ ബ്രോ അങ്ങ് തീരുമാനിച്ചു. ആദർശ് ബ്രോ അടുത്ത് പണി കൊടുക്കാൻ, ഇവന് ഒന്നാന്തര ബോക്സിങ് ചാമ്പ്യനാണല്ലോ, ഇടിച്ച് ഇവനെ പരിപ്പിളക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ആദർശ നേരെ ധ്രുവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ധ്രുവനെ എടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ. ഇനി ഒരിക്കലും നീ എൻ്റെ പെങ്ങളുടെ പുറകെ വന്ന, അല്ലെങ്കിൽ നീ ഫോൺ ചെയ്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതൊന്നും കാണണം എന്ന് പറഞ്ഞ് നല്ല അടിപൊളി ഇടി തന്നെ നടക്കുകയാണ്. അങ്ങനെയുള്ള നല്ല രസകരമായ നിമിഷങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ ആൻഡ് സീ യു അഗെയിൻ.